നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പെരിഞ്ഞനത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂൾ റോഡിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകും. തളിക്കുളം CMS UP സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന വീട്ടിമരം വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാവുന്നതായി പരാതി. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചു പരിക്കേൽപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പെരിഞ്ഞനത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PA സജിത ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KK അബിദ് അലി അധ്യക്ഷനായി. KS ദിലീപ് കുമാർ, KK വിജയൻ, KH സലീം, KD രാഗിൻ, ലാലു പൊളാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഏകദേശം 3.18 കോടി രൂപയാണ് ഒരു കർഷകന്റെ വരുമാനമാണ് നമ്മൾ പറയുന്നത്. അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് അവർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകി 22 ലക്ഷത്തോളം വരുന്ന രൂപ അവർക്ക് സാമ്പത്തിക സഹായമായി സബ്സിഡിയായി നൽകിക്കൊണ്ട് അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വരുമാനമായി ഏകദേശം 3.5 കോടി രൂപയോളം 3.18 കോടി രൂപയോളം അവർക്ക് ഒരു വർഷത്തെ വരുമാനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു കർഷകന് ലഭിക്കുന്നത് 34,000 രൂപയും ഒരു വർഷത്തെ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 1.5 ലക്ഷം രൂപ മാത്രമാണ്. ഈ കാൽക്കുലേഷൻ തന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു വൻകിട സാമ്പത്തിക രാജ്യമായിട്ടുള്ള അമേരിക്കയെ കൂട്ടിക്കെട്ടുന്നത് നമ്മുടെ ഈ കൊച്ചു അല്ലെങ്കിൽ സാമ്പത്തികമായി തീരെ ഇല്ലാത്ത സബ്സിഡി പോലും നൽകാത്ത കർഷകർക്ക് ഈ ശരിയായ രീതിയിലുള്ള യാതൊരു സാഹചര്യങ്ങളും നൽകാത്ത ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറുമായി മുന്നോട്ട് പോകുന്നത്. ചന്ദ്രാപിനി ഹൈസ്കൂൾ റോഡിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകുന്നു. ചന്ദ്രാപിനി ശ്രീമുരുകൻ തിയേറ്ററിന് കിഴക്കുഭാഗത്തുള്ള റോഡരികിലെ കാനയാണ് അപകട ഭീഷണി ഉണർത്തുന്നത്. റോഡിന്റെ വീതി കുറവായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകുന്നതിനായി വാഹനങ്ങൾ റോഡരികിലേക്ക് ഒതുക്കുമ്പോഴാണ് പലപ്പോഴും ചക്രങ്ങൾ കാനയിലേക്ക് വീണ് കുടുങ്ങുന്നത്. ഇതുമൂലം യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നതോടൊപ്പം ഗതാഗത തടസ്സവും ഉണ്ടാകാറുണ്ട്. രാവിലെയും ഹൈസ്കൂൾ റോഡിലെ വളവ് തിരിയുന്നതിനിടെ ഒരു കാറിന്റെ ചക്രം കാനയിൽ കുടുങ്ങി. നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാഹനം പുറത്തെടുക്കാനായത്. ഇത്തരത്തിൽ ഒരുപാട് തവണ സമാന അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നും വലിയ അപകടം സംഭവിക്കുന്നതിന് മുമ്പ് കാനയ്ക്ക് മുകളിലേക്ക് സ്ലാബ് സ്ഥാപിക്കുകയോ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയോ ചെയ്യണമെന്ന് പ്രദേശവാസികൾ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു. തളിക്കുളം CMS UP സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന വീട്ടിമരം വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാവുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം മരത്തിന്റെ ദ്രവിച്ച വലിയ കൊമ്പുകൾ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് വീണിരുന്നു. സ്കൂൾ ഇല്ലാത്ത ദിവസമായതിനാൽ വലിയൊരു അപകടം ഒഴിവാകുകയായിരുന്നു. സ്കൂളിന്റെ പ്രധാന കവാടത്തിനരികിലാണ് മരം നിൽക്കുന്നത് എന്നതിനാൽ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന രക്ഷകർത്താക്കൾക്കും വാഹനങ്ങൾക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കുടിവെള്ളത്തിനായി പഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ കിയോസ്കും നിൽക്കുന്നതും മരത്തിന് സമീപത്താണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിൽ കൊമ്പുകൾ അടർന്നു വീണതിനെ തുടർന്ന് മരത്തിന്റെ അപകടസ്ഥിതിയെക്കുറിച്ച് പലതവണ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നതായി നടപടികൾ ഒന്നും ഉണ്ടായില്ലെന്നും പ്രധാനാധ്യാപകൻ ബിനോയ് പറഞ്ഞു. സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തായിട്ട് ഒരു വീട്ടിമരം നിൽക്കുന്നുണ്ട്. ഒരു അപകടാവസ്ഥയിലായിട്ട് കുറേ വർഷങ്ങളായി. അത് എല്ലാ തവണയും നമ്മളിതിന് അപേക്ഷ പഞ്ചായത്തിലേക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതുവരെ അത് മുറിച്ച് മാറ്റപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ചില്ലകൾ വീണിട്ട് കുട്ടികൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. സ്കൂളിനും കുട്ടികൾക്കൊക്കെ ഒരു അപകട നിലയിലാണ് ഞങ്ങളിപ്പോൾ വളരെ ഭയത്തോട് കൂടിയിട്ട് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മഴ വരുമ്പോഴും ഇതിൻ്റെ മുകളിൽ ഇത്തൽക്കണ്ണിയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ കൊമ്പുകളും ശിഖരങ്ങളൊക്കെ ആകെ ദ്രവിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ദ്രവിച്ച കഷ്ണങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മരം ഹൈവേയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഇതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഏതു നിമിഷവും അപകടത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ടെന്നും കുട്ടികൾക്കും നാട്ടുകാർക്കും അപകട ഭീഷണിയുള്ള മരം എത്രയും വേഗം മുറിച്ചു മാറ്റണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ഇതിനായി MLAയും കളക്ടറെയും ദേശീയപാത അതോറിറ്റിയെയും സമീപിക്കുമെന്നും PTA പ്രസിഡന്റ് രഞ്ജിത്തും അംഗങ്ങളും പറഞ്ഞു. CMSUP സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവിടെ ഈ മരം വീണ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രധാന ഗേറ്റിൻ്റെ ഏറ്റവും അടുത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം വാട്ടർ കിയോസ്ക് കൂടിയുണ്ട്, കുട്ടികൾ വെള്ളം കുടിക്കാനും ഇതിനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിന് നമ്മൾ പഞ്ചായത്തിൽ ഇന്നും പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ അതോറിറ്റിയിൽ ഞങ്ങളിപ്പോൾ പരാതി കൊടുക്കും, MLAയ്ക്കും പരാതി നൽകുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇത് ഒരു അപകടം വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ഇത് മുറിച്ച് മാറ്റപ്പെടേണ്ടതെന്ന് ഉള്ളൊരു അഭ്യർത്ഥനയാണുള്ളത്. എൻ്റെ പേര് പ്രീതു. ഇപ്പോൾ സ്കൂളിലെ ഈ അപകട നിലയുള്ള ഒരു മരത്തിനെ മുറിച്ച് മാറ്റാനായിട്ട് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് PTA ഭാഗത്തു നിന്ന് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചു പരിക്കേൽപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമാധാനപരമായി സമരം ചെയ്തുവന്ന കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് MPമാരെയും നേതാക്കളെയും സംഘപരിവാർ പോലീസ് അകാരണമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നേതൃത്വം തൃപ്പയാറിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു അന്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധപ്രസാദ്, PK നന്ദനൻ, CS മണികണ്ഠൻ, AK വാസൻ, UB മണികണ്ഠൻ, കൃഷ്ണകുമാർ, KK കൃഷ്ണകുമാർ, P വിനു, അംബിക രാമചന്ദ്രൻ, ശോല മഹേഷ്, സുബില പ്രസാദ്, സീന ഉണ്ണികൃഷ്ണൻ, അജിത് പ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ, രാമൻ ഉണ്ണി, അനീഷ്, ശ്രീവിദ്യ, ചെമ്പിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. 4ാമത് മതിലകം പടിയൂർ പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. പള്ളിവളവ് YMC ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ മുഖ്യാതിഥിയായിരുന്നു. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ, പഞ്ചായത്ത് അംഗം സുനിൽ P മേനോൻ, OA ജനറൽ, ക്ലബ് കൺവീനർ അനിൽകുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ പെരേര, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും എന്താ പറയുക, മനുഷ്യ സ്നേഹപരമായ കൂട്ടായ്മകളിലേക്കാണ് ഇത്തരം എല്ലാ ഇവന്റുകളും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. നമ്മൾ ലോകകപ്പിന്റെ ഫുട്ബോൾ മത്സരം അവസാനിച്ചല്ലോ കഴിഞ്ഞ ദിവസം. ലോകം മുഴുവൻ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കാളികളാകുകയും അതിൻ്റെ പക്ഷം പിടിക്കുകയും ഒക്കെ ചെയ്ത് നടത്തുന്ന വലിയ മത്സരം, അതിൻ്റെ സാമ്പത്തികം മാത്രമല്ല, അത് ഉയർത്തുന്നൊരു ഐക്യപ്രസ്ഥാനമുണ്ട്. ലോകമാകെയുള്ള മുഴുവൻ ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കായിക മാമാങ്കമായി അത് പരിണമിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർന്നു. പടിഞ്ഞാറൻ നടയിൽ ലോട്ടറി വിൽപ്പന നടക്കുന്ന ബ്രഹ്മകുളം സ്വദേശി മേലെടുത്ത ഗിരീഷിന്റെ ടിക്കറ്റുകളാണ് കവർന്നത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. 23-ാം തീയതി വ്യാഴാഴ്ച നറുക്കെടുക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ 12 ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. 2 ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടാണ് മോഷ്ടാവെത്തിയത്. ടിക്കറ്റ് നൽകിയതോടെ 500 രൂപ ചില്ലറ ആവശ്യപ്പെട്ടു. ചില്ലറ തേടിനിടയിൽ ലോട്ടറി വേണ്ടെന്ന് പറഞ്ഞ് ഒരു സെറ്റ് ലോട്ടറി കൈക്കലാക്കി മോഷ്ടാവ് കടന്നു കളയുകയായിരുന്നുവെന്ന് ഗിരീഷ് പറഞ്ഞു. അതുവരെ ലോട്ടറിയൊന്നും വിൽപ്പന നടത്തിയിരുന്നില്ല. മോഷ്ടാവ് സ്ഥലം വിട്ടതിന് ശേഷമാണ് ലോട്ടറി നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ മോഷ്ടാവിനെ തിരഞ്ഞ് കണ്ടെത്താനായില്ല. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥിനിയോട് ബസ് ജീവനക്കാരുടെ അതിക്രമം. ബസ്സിൽ കയറിയ +1 വിദ്യാർത്ഥിനിയെ കയ്യിൽ പിടിച്ച് ബലമായി പുറത്തേക്ക് തള്ളിയിറക്കിയതായി പരാതി. ബുധനാഴ്ച വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. രാമവർമ്മപുരം VHSC സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയും പരുത്തിപ്പാറ സ്വദേശിനിയുമായ നിത ഫാത്തിമയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. വിവരം പറഞ്ഞതോടെ പരുത്തിപ്പാറയിലെ നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. സംസ്ഥാന പാതയിൽ ബസ് തടഞ്ഞിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. ചലച്ചിത്ര താരം ടൊവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ വീടിനു മുൻപിൽ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ വായമൂടി കെട്ടിയായിരുന്നു പ്രതിഷേധം. ടൊവിനോ തോമസ് സെലക്ടീവ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുവെന്ന യുവമോർച്ച പ്രവർത്തകർ ആരോപിച്ചു. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ആശിഷ P രാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ആളൂർ മണ്ഡലം പ്രസിഡന്റ് വിശ്വജിത്ത്, ജനറൽ സെക്രട്ടറി അശ്വിൻ
മണ്ഡലം സെക്രട്ടറി ശ്രീമോൻ, യുവമോർച്ച നേതാക്കളായ അഭിനവ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഡൽഹിയിൽ പോരാടുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും FSETO നേതൃത്വത്തിൽ തൃശൂർ ടൗണിൽ പ്രകടനം നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നും സ്പീഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന പ്രകടനം FSETO ജില്ലാ സെക്രട്ടറി E. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നേഷ്യസ് അധ്യക്ഷത വഹിച്ചു. NGO ജില്ലാ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി PJ കൃഷ്ണകുമാർ, KGOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR രാജീവ്, TSEU സംസ്ഥാന കമ്മിറ്റി അംഗം TA ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അശോക് കോമത്തുകാട്ടിൽ, KK രാജേഷ്, ജോൺ ജേക്കബ്, ബാബു ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയപാത 66 അകലാട് ഒറ്റയിനി മേൽപ്പാലത്തിനു താഴെ റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ബുധനാഴ്ച ഉച്ചയോടെയാണ് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വാടാനപ്പള്ളിയിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് 3 പേർ അറസ്റ്റിൽ. ബസ് ജീവനക്കാരായ കാഞ്ഞാണി ആനക്കാട് സ്വദേശി പള്ളിപ്പാട്ട് വീട്ടിൽ ശരത് വിഷ്ണു, മണലൂർ സ്വദേശി തുരുത്തു വീട്ടിൽ അഖിൽ, അരിമ്പൂർ കരുവാൻ വളവ് സ്വദേശി കോലോട്ട് വീട്ടിൽ പ്രശാന്തൻ എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച രാവിലെ 11:55 സംഭവം. വാടാനപ്പള്ളി സെന്ററിലെ തൃശൂർ റോഡിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം വെച്ച് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വഴിനടക്കൽ ബസ്സിലെയും തൃശൂർ തൃപ്രയാർ റൂട്ടിലോടുന്ന തേവർക്കണ്ണൻ ബസ്സിലെയും ജീവനക്കാർ മറ്റ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മാർഗതടസ്സം സൃഷ്ടിക്കും വിധം പബ്ലിക് റോഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് ബസ്സുകൾ നിർത്തിയിട്ട് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. പെട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന വാടാനപ്പള്ളി പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രതികൾക്കെതിരെ പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് ഭീതിയും ശല്യവും ഉണ്ടാക്കുന്ന വിധം അടികൂടിയതിനും റോഡിൽ ബസ്സുകൾ നിർത്തിയിട്ട് മറ്റു വാഹനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചതിനുമാണ് വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുള്ളത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ UC ലാൽസൻ, GSCPO ലെനിൻ, CPO നൌഫൽ എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. കുന്നംകുളം വിവേകാനന്ദ കോളേജിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതിനെ ചൊല്ലി SFI ABVP പ്രവർത്തകർ തമ്മിൽ സംഘർഷം, 4 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ ABVP പ്രവർത്തകനായ ദേവജിത്ത്, SFI യൂണിറ്റ് പ്രസിഡന്റ് ശ്രീഹരി, SFI പ്രവർത്തകരായ ശ്രീകുട്ടൻ, നന്ദൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പലിനും വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP നേതൃത്വം കുന്നംകുളം പോലീസിലും രേഖാമൂലം പരാതി നൽകിയിരുന്നു. എന്നാൽ കോളേജ് അധികൃതരുടെയോ പോലീസിന്റെയോ ഭാഗത്തു നിന്ന് ബോർഡ് നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ABVP പ്രവർത്തകർ തന്നെ ഫ്ലക്സ് ബോർഡ് പൊളിച്ചു മാറ്റി. ഇതേ തുടർന്നുണ്ടായ തർക്കം സംഘർഷത്തിലും ആക്രമണത്തിലും കലാശിക്കുകയായിരുന്നു. ഒരു ഇടവേളയ്ക്കു ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു, ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. വാർത്താ നേരം തുടരുന്നു. മടവാക്കരയിൽ വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട പുളിയടത്തു പറമ്പിൽ കൃഷ്ണന്റെ മകൻ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ രാധാകൃഷ്ണൻ പിതാവായ കൃഷ്ണന് ജീവനാംശം നൽകണമെന്ന് കോടതി വിധിയുണ്ടായിരുന്നു. ഇതിനുശേഷം സമീപത്ത് താമസിച്ചിരുന്ന രാധാകൃഷ്ണൻ പിതാവുമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല. തലക്കടിയേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു. പിതാവിന്റെ സംസ്കാര ചടങ്ങിന് ഇയാൾ പങ്കെടുക്കാതിരുന്നത് പോലീസിന് സംശയത്തിനിടയാക്കി. ചൊവ്വാഴ്ചയാണ് കൃഷ്ണനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി നെല്ലുവായി മുരിങ്ങത്തേരിയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. കുറ്റിമൂച്ചിക്കൽ സെയ്ദ് മുഹമ്മദിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. ശക്തമായ ചുഴലിക്കാറ്റിലാണ് വീടിനടുത്ത് നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ മേൽക്കൂരയും അടുക്കളയുടെ ഭാഗത്തുള്ള ചുമരുകളും തകർന്നു. വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താനെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, കെ.സി. വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് വലിച്ചിഴക്കുകയും അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പെരിങ്ങോട്ടുര 3 കോടി സെന്ററിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആന്റോ തൊറയിൽ, കോൺഗ്രസ് നേതാക്കളായ എം.കെ. ചന്ദ്രൻ, ഇ.എം. ബഷീർ, ഷാഫി കല്ലുംകടവ്, കെ.എൻ. വേണുഗോപാൽ, ഗ്രീന പ്രേമൻ, മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുള്ള കരിപ്പാങ്കുളം, ഗോപാലകൃഷ്ണൻ, സജീവൻ ഞാറ്റുവെട്ടി, ഷിഹാബ് താനിയം, പ്രമോദ് കണിമംഗലത്ത്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലൂയിസ് താണിക്കൽ, സലീഷ് കരിപ്പാറ, സുബൈർ ശാന്തിപുരത്ത് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാർ പട്ടികജാതി ദ്രോഹ നയങ്ങൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ പട്ടികജാതി വികസന ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഓഫീസിനു സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പന്തളം പ്രഭാകർ ഉദ്ഘാടനം ചെയ്തു. എസ്.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട്, ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സുധീഷ് വേനോത്ത് പറമ്പിൽ, രാകേഷ് വള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അതിരപ്പള്ളി ഡിവിഷനിൽ പ്രവർത്തിക്കുന്ന അംഗനവാടി ഷെഡിന് മുകളിലേക്ക് കാട്ടാനകൾ എണ്ണപ്പന മറിച്ചിട്ടു. ഷെഡ് ഭാഗികമായി തകർന്നു. രാവിലെയായിരുന്നു സംഭവം. 4 ആനകളെത്തി ഷെഡിന് സമീപം നിന്നിരുന്ന എണ്ണപ്പന മറിച്ചിടുകയായിരുന്നു. എണ്ണപ്പന തിന്നു തീർത്തതിനു ശേഷമാണ് ആനകൾ മടങ്ങിയത്. സമീപത്തെ സോളാർ ഫെൻസിൽ തകർത്താണ് ആനക്കൂട്ടം എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കടന്നത്. കാറളം കിഴുത്താണിയിൽ നിയന്ത്രണം വിട്ട കാർ തയ്യൽ കടയിലേക്ക് പാഞ്ഞുകയറി അപകടം. കിഴുത്താണി സെന്ററിൽ പ്രവർത്തിക്കുന്ന കിഴുത്താണി സ്വദേശി വെട്ടിയാട്ടിൽ അനിരുദ്ധന്റെ ടൈലറിംഗ് ഷോപ്പിലേക്കാണ് കാറളം ഭാഗത്തു നിന്നും വന്ന സ്വകാര്യ വ്യക്തിയുടെ കാർ ഇടിച്ചു കയറിയത്. അപകടത്തിൽ ഷോപ്പ് ഭാഗികമായി തകരുകയും 3 തയ്യൽ മെഷീനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. അപകടത്തിൽ സമീപത്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി നെല്ലുവായി പമ്പിനു സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. മങ്ങാട് സ്വദേശി സുബ്രഹ്മണ്യൻ, ബൈക്ക് യാത്രക്കാരനും വഴിയൊട്ടുമുറി സ്വദേശിയുമായ അബ്ദുൾ സലാം എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴൂരിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനം കുത്തി തുറന്ന് മോഷണം. ജാതിപത്രി, ജാതിപ്പരിപ്പ് തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൊരട്ടി സ്വദേശി പയ്യമ്പള്ളി വീട്ടിൽ ഫ്രാൻസിസിന്റെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മാള പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട കേരള കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇന്ത്യ അമേരിക്ക സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ സമരം കേരള കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി.ജി. ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ പ്രസിഡന്റ് ടി.എസ്. സജീവൻ അധ്യക്ഷത വഹിച്ചു. എം.പി. രാജു, വി.എൻ. ഉണ്ണികൃഷ്ണൻ, കെ.കെ. ഷൈജു, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ ചേറ്റുവ പാലത്തിൽ അപകട ഭീഷണി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചേറ്റുവ പാലത്തിൽ മുഴുവനായും ശാസ്ത്രീയമായ രീതിയിൽ ടാറിംഗ് നടത്തണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് ഇട്ടുമന ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ പെരിഞ്ഞനത്ത് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി ഹൈസ്കൂൾ റോഡിൽ കാനയ്ക്ക് മുകളിലെ സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാകും. തളിക്കുളം CMS UP സ്കൂളിന് മുന്നിൽ ദേശീയപാതയോരത്ത് നിൽക്കുന്ന വീട്ടിമരം വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയാവുന്നതായി പരാതി.
രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചു പരിക്കേൽപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൽ തൃപ്രയാറിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.